ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ അമ്മാമ്മ സ്പെഷ്യൽ അച്ചാർ. അവരുടെ കമ്പനിയിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. ചില കമന്റുകൾ വായിക്കുമ്പോ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക, ഫേസ്ബുക്കിൽ കംപ്ലീറ്റ് അമ്മാവൻ വൈബാണ്. അതാണ് 30 വയസ്സിന് മുകളിലുള്ളവരാണ് ഫേസ്ബുക്കിലുള്ളതാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്. വെളുപ്പിന് ചിലപ്പോ 4-5 ദിവസങ്ങളൊക്കെ അത്രയും നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ലോഡ് ഇറക്കിയതിന് ശേഷം ലൂബിക്ക പൊട്ടിക്കാനായിട്ട് ഏതെങ്കിലും വീടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഞാനും ഇവനും കൂടി ലൂബിക്ക പൊട്ടിച്ച് ചാക്കിലാക്കി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം കൂടി ഒരു വെളുപ്പിന് ഒരു 1 മണി അല്ലെങ്കിൽ ഒരു 12:30 ആകുമ്പോൾ വീട്ടിൽ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കാന്ന് വിചാരിച്ച് മൊബൈൽ എടുത്ത് നോക്കുമ്പോ കമന്റ് ഇതൊരിക്കലും പെയ്ഡ് ന്യൂസ് ഒന്നും അല്ല കേട്ടോ. കാരണം ഞങ്ങള് പൈസ കൊടുക്കൂല, അതിനു വേണ്ടി ഒന്നും പൈസ അച്ചൂട്ടൻ എന്താ അതിന്റെ പേരിടാ. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വിഷയം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആള് വന്നേക്കാണ്. ആൾക്കൊരു പേര് വേണം, സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടിട്ട് ഏകദേശം 10-13,000 പേരുകളാണ് വന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റി വേറെ, നാട്ടിൽ വിൽക്കുന്ന ക്വാളിറ്റി വേറെ, അങ്ങനെ ഒരു സംഭവം നമുക്കില്ല. ഞങ്ങൾക്ക് ആ ഒറ്റ ലെവലിൽ ഉണ്ടാക്കാനേ അറിയാൻ പാടുള്ളൂ. ഇതില് കാർഡ്ബോർഡ് വെച്ച് പൊതിയും. ഇത് എല്ലാം ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കിംഗ്. ഞങ്ങൾ ഇതിനകത്ത് ആ കഷ്ണങ്ങൾ മാത്രം പറക്കിയെടുത്ത് പാക്ക് ചെയ്യും. ഗ്രേവി ഞങ്ങൾക്ക് കൊള്ളാണ്. ഞങ്ങൾ ഉണ്ടാക്കണത്, അപ്പൊ പിന്നെ ഞങ്ങൾ കളയും. ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ അമ്മാമ്മ സ്പെഷ്യൽ അച്ചാർ. അവരുടെ കമ്പനിയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. 2 പേരും ഇവിടെ ഉണ്ട്, ചേട്ടനും അനിയനും ഇവിടെ ഉണ്ട്. തിരക്കാണോ? ഇന്ന് എത്ര രാജ്യത്തേക്കാണ് കയറ്റി അയച്ചേക്കുന്നത്? ഈ ക്രിസ്മസ് സീസണിൽ ഈ ഡിസംബറിൽ നമ്മൾ ന്യൂസിലൻഡ്, UK ഉണ്ടാക്കണ്, ഓസ്ട്രേലിയ അയച്ച്, കാനഡ അയച്ച്, അയർലൻഡ് കഴിഞ്ഞ മാസം അയച്ചതുണ്ട്. എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ് അവര്. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് ഇവരുടെ ബിസിനസ് പിടിച്ചേക്കുന്നത്. ഫേസ്ബുക്ക് അത്ര നന്നായിട്ടാണ് ഇവരെ. എനിക്ക് ഏറ്റവും ചില കമന്റുകൾ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താ അറിയോ, ഫേസ്ബുക്കിൽ കംപ്ലീറ്റ് അമ്മാവൻ വൈബാണ്, അല്ലെങ്കിൽ എല്ലാം എബോ 30+ ആണ്. അതാണ് കാര്യം. എബോ 30+ അല്ലെങ്കിൽ 30 വയസ്സിന് മുകളിലുള്ളവരാണ് ഫേസ്ബുക്കിലുള്ളതാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത്. കാര്യം അവരുടെ പൈസ ഉള്ളൂ. അവരെ ഈ പറഞ്ഞ അച്ചാറുകളാണെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ചെല്ലുമ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് അവരുടെ പൈസ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ട്രാക്കിൽ വീണ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയത് ഫേസ്ബുക്കിലാണ്. ഞങ്ങൾ ഈ അച്ചാറിന്റെ ബിസിനസ് ഒക്കെ അവതരിപ്പിച്ചത് ഫേസ്ബുക്കിലാണ്. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നല്ലതും ചീത്തയും എല്ലാം പറഞ്ഞു തന്നത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മാവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പോലുള്ള 30 വയസ്സിന് മേലുള്ളവരാണെങ്കിൽ അത് നല്ലതല്ലേ? നല്ലതാണ്. ഇവരുടെ കാര്യം മാത്രം കേട്ടോ, 30 വയസ്സിന് മേലുള്ള അമ്മാവന്മാര്. ഞങ്ങളൊക്കെ 30 വയസ്സിന് മേലുള്ള അമ്മാവന്മാരാണ്. 30 വയസ്സായിട്ടില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ബെനഫിറ്റ് ഞങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടി. അതിന് എല്ലാ നല്ലവരായ സോഷ്യൽ മീഡിയയിലുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അമ്മാമ്മ സ്പെഷ്യലായിട്ട് പുതിയ വിഭവങ്ങളൊക്കെ ഇനി ഓരോന്നും ഇങ്ങനെ വരും. ഇതൊരിക്കലും പെയ്ഡ് ന്യൂസ് ഒന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് ഇവരുടെ അച്ചാർ കമ്പനി ഞങ്ങൾ പൈസ കൊടുക്കൂല, അതിനു വേണ്ടി ഒന്നും പൈസ നിങ്ങളുടെ ഇത് ഈ കുപ്പി ഇരിക്കുന്ന മുഴുവൻ ഇവിടുത്തെ ഓരോ രാജ്യത്തേക്ക് കയറ്റി സാമ്പിളുകൾ ഇവിടെ സൂക്ഷിക്കണമല്ലോ. ഓഹോ, അതായത് ഓരോ സമയത്ത് ഓരോ ബാച്ചിന്റെ സാമ്പിളുകൾ ഇപ്പൊ ഡിസംബറിൽ നവംബറിൽ അങ്ങനെ അയക്കുമല്ലോ. അപ്പൊ ഒരു 6 മാസം വരെയുള്ള ഞങ്ങളിവിടെ കീപ്പ് ചെയ്യും. അതിനുശേഷം ഇത് മാറ്റിയിട്ട് അടുത്ത പോകുന്നതിനകത്ത് ഇതെടുത്ത് മാറ്റി അച്ചാറുകൾ ഇരിക്കണത് കാണിച്ചു തരാം. എന്നെ ഫ്രണ്ടിൽ നിർത്തിയേക്ക് വരുന്നല്ലേ. ഇതാണ് ഞങ്ങളുടെ അച്ചാറിന്റെ സ്റ്റോറേജ്. അച്ചൂട്ടനിൽ ഉണ്ടാക്കുന്ന അച്ചാറുകൾ നേരെ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റീലിന്റെ ട്രേ കണ്ട, ആ ട്രേയിലാക്കിയിട്ട് ഇതിനകത്തേക്ക് കയറ്റും. എന്നിട്ട് ഈ നെറ്റ് കൊണ്ടുള്ള ഈ ഇതില്ലേ, ഇത് വെച്ച് അടച്ചു വെക്കും ചൂടാറുന്നത് വരെ. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി എയറൊന്നും കേറൂല, അത്രയും ക്ലിയർ ആയിട്ട് ക്ലോസ്ഡ് ആണ്. എന്നാൽ കൂടി ഒരിക്കൽ കൂടി നമ്മൾ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്നോണം ഇതും കൂടി വെച്ച് അടയ്ക്കും. ചൂടാറാൻ 2 ദിവസം വേണം. 2 ദിവസം ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇരുന്ന് ചൂടാറണം. വാതിലും അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞിന് കയറാൻ പറ്റില്ല. ഇതിപ്പോ ഏതച്ചാറാണ്? ചെമ്മീൻ അച്ചാർ. ഓക്കെ. ഇതിപ്പോ കൊടുക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം സെയിലിന് വേണ്ടിട്ട് നമ്മുടെ ഷോപ്പുകളിലേക്കും ഓൺലൈനിലും അയക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. അത് ഈ അടക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? സ്റ്റിക്കറിലുണ്ട്, എന്നാലും ഞങ്ങൾക്ക് അത് അച്ചാർ കണ്ടാൽ മനസ്സിലാവും ഏതച്ചാറാണെന്നുള്ളത്. ഓരോന്നിന്റെ കളറും വേറെയാണ്. ഫിഷ് അല്ലേ? അച്ചാറിന്റെ കളർ വേറെ. ചാളേനെ വരെ അച്ചാർ ഇട്ടോ? ചാള അടിപൊളിയല്ലേ? ഇതിന്റെ ഒരു കളർ ചേഞ്ച് കണ്ട, അത് കണ്ടവരെ ഞങ്ങൾക്ക് മനസ്സിലാവും ഏതച്ചാറാണ്. മനസ്സിലായി.
നിങ്ങൾക്ക് വേറെ 6 വർഷമായിട്ട് ഇതിന്റെ അകത്ത് തന്നെയാണ്. 6 വർഷം അല്ലേ? അച്ചൂട്ടൻ എന്താ അതിന്റെ പേരിടാൻ? അത് ഈ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വിഷയം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇട്ടു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ ആള് വന്നേക്കാണ്, ആൾക്കൊരു പേര് വേണം, സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടിട്ട് ഏകദേശം 10-13,000 പേരുകളാണ് വന്നത്. അതിൽ നിന്ന് 2 പേര് സോർട്ട് ചെയ്തു. ഒരെണ്ണം ബാലാമണി, പിന്നെ ഒരെണ്ണം ഒരെണ്ണം ബാലാമണി, ഒരെണ്ണം അച്ചൂട്ടൻ. ഇതിനകത്ത് ഏത് പേര് വേണോന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അവസാനം അച്ചൂട്ടൻ സെലക്ട് ചെയ്യുന്നു. അച്ചാറുണ്ടാക്കുന്ന കുട്ടൻ അച്ചൂട്ടൻ. നമുക്ക് സോഷ്യൽ മീഡിയ പേരുകളാണ്. നമുക്ക് അച്ചൂട്ടനെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലല്ലോ, അച്ചൂട്ടനെ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ ചേച്ചിമാര് ഇനിയുണ്ട്. ചേച്ചിമാര് ഇപ്പൊ ചോറിനാൻ പോയേക്കാണ്. ഇന്നിപ്പോ എന്ത് മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി? മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. നാരങ്ങ പുഴുങ്ങി അരിഞ്ഞോണ്ടിരിക്കുന്നു. ഓഹോ, പുഴുങ്ങി. അതും മറ്റേ സ്റ്റീം ചെയ്യുന്ന വെളിയിലാ? അല്ലല്ല, ഇവിടെ തന്നെ ഗ്യാസിൽ പുഴുങ്ങിയിട്ട് ഇവിടെ സ്റ്റീം ചെയ്തെടുത്ത് നേരെ അരിയും. രാവിലെ പുഴുങ്ങൽ കഴിഞ്ഞ് ഇനിയിപ്പോ അരിയലാണുള്ളത്. ഈ അരിയലും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇവൻ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്ത് നമുക്ക് സമയാസമയങ്ങളിൽ സാധനങ്ങൾ ഇട്ടിട്ട് കൊടുക്കണം. ഇവൻ ആകെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഇളക്കുക എന്നുള്ള പണി മാത്രം. അപ്പൊ നമ്മൾ മിഷേനാക്കി, അവരുടെ അച്ചാറ് മിഷേനായി എന്നൊക്കെ വിചാരിക്കണ്ട. ഇതിനകത്ത് ആകെ ഉള്ളത് ഇളക്കുക എന്ന് പറഞ്ഞ പരിപാടി മാത്രം ഇവൻ ചെയ്യുന്നു. ബാക്കി കൂട്ടുനോക്കലും ഇടലും എല്ലാം ഇത് തന്നെയാണ്. പക്ഷെ അച്ചൂട്ടന്റെ അടുത്തേക്ക് വരുമ്പോ അച്ചൂട്ടൻ പറയും ഇളക്കല്ലേ. ഞങ്ങളുടെ മാനേജർ ചേട്ടനാണ്. പുള്ളി വീൽ ചെയർ ആണ്. പുള്ളീനെ അപ്പൊ ഇവിടെ കണക്കുകളും കാര്യങ്ങളും നോക്കാനായിട്ട് പുള്ളി അവിടെ ഉണ്ടാവും. അപ്പൊ അച്ചൂട്ടൻ ആകെ ഇളക്കിയുള്ള ഇളക്കല്ലേ എന്നാണ്. ഇളക്കണ പണി അച്ചൂട്ടൻ ചെയ്തോളൂ. ഇന്നസെന്റ്. അപ്പൊ ഇവനിലേക്ക് നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അതിന്റെ പ്രോസസ് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു. അപ്പൊ എത്ര കിലോ വരെ ഉണ്ടാവും ഇതിനകത്ത്? 120 കിലോ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ ഒരു 100 കിലോ വരെ ഇടും. 100 കിലോ കപ്പാസിറ്റി. ഇതിനിപ്പോ രണ്ടാമതൊരു മെഷീൻ അന്വേഷിക്കാൻ വാങ്ങിക്കാൻ പോയേക്കാണ്. അല്ല, ഞാൻ കപ്പാസിറ്റി കൂടി, ഞങ്ങൾക്ക് ഉണ്ടാക്കല് പ്രൊഡക്ഷൻ കൂടിയപ്പോ ഇതിനകത്ത് പറ്റണില്ല. അപ്പൊ ഒരു 400 ലിറ്ററിന്റെ, ഇത് 200 ലിറ്റർ ആണ്. 400 ലിറ്ററിന്റെ ഒരെണ്ണം ബുക്ക് ചെയ്തേക്കുന്നത്. അതാണ് ബാലാമണിയാണോ? അത് ബാലാമണി ആവാനാണ് സാധ്യത. കാരണം മറ്റേ ബാലാമണിയല്ലേ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പണി ചെയ്യേണ്ട ആള്. അപ്പൊ നിങ്ങക്ക് ഒരു ദിവസം ഗ്യാസ് എത്രയാ ചെലവാകുന്നത്? ഗ്യാസ് ഒരു ദിവസം ഒരു 2 കുറ്റിയൊക്കെ മതിയാവും. 2 കുറ്റി മതിയാ. ഇതെന്താ ഫേസ്ബുക്കിനോടുള്ള ആദര സൂചകമായി നമ്മുടെ ബേസ് ആദര സൂചകം അവിടെ സുക്കറണ്ണൻ കാണരുത്. സുക്കറണ്ണൻ ആ ഒരു ലെവലില് ബിസിനസ് ചെയ്യുന്നു, ഞങ്ങൾ ഈ ഒരു ലെവലില് ബിസിനസ് ചെയ്യുന്നു. അവിടെ ഫേസ്ബുക്ക്, അവിടെ യൂട്യൂബിന്റെ ഉണ്ട്. അത് ഞങ്ങൾ പോകുന്ന രാജ്യങ്ങളുടെ സ്റ്റിക്കർ ഉണ്ട്. അച്ചാർ 2 ദിവസം എടുക്കൂന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനിടയ്ക്ക് പ്രൊഡക്ഷൻ നടക്കത്തില്ല? അപ്പൊ എങ്ങനെയാണ്? നമുക്ക് ഇത് ഇപ്പൊ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടല്ലോ, ഒരു പാത്രത്തില് 2 ദിവസമാണ് വേണ്ടേ. അപ്പൊ ആ അച്ചാർ ഉണ്ടാക്കിയത് കയറ്റി വെക്കും, ചൂടാറും. അടുത്തത് ഉണ്ടാക്കുന്ന അടുത്ത ദിവസം കയറ്റി. ഇതൊരു ട്രാക്കായിട്ട് ഇങ്ങനെ സംഭവിക്കും. ഇതിങ്ങനെ ഫിറ്റ് ചെയ്തില്ലേ? ഇതിനകത്തേക്ക് നമ്മള് എണ്ണ ഒഴിക്കും. ഇപ്പൊ ഞാൻ എണ്ണയ്ക്ക് വരാൻ വെള്ളം ഒഴിക്കാം. അച്ചാർ ഇപ്പൊ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നു. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം. ഇത് എണ്ണ ഒഴിക്കണ്ടേ ശരിക്കും. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചപ്പോ ഇതിനകത്ത് നമ്മൾ വെള്ളത്തിന് പകരം എണ്ണയാണ് ഒഴിക്കണ്ടേ അച്ചാർ ഉണ്ടാക്കാം. ഇതിപ്പോ ഞാനൊരു ഡെമോ കാണിക്കാണ്. ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു, നേരെ ഇതിന്റെ മെഷീൻ ഓൺ ആക്കി പതുക്കെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ പണി തുടങ്ങും. കണ്ടോ സ്പീഡ്? ഇതിനകത്ത് തിരിച്ചാൽ അതിനനുസരിച്ച് സ്പീഡാവും. നമ്മൾ ഭയങ്കര സ്പീഡായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവൻ കറങ്ങിക്കോളും. അപ്പൊ അച്ചാർ ഇങ്ങനെ മിക്സായി ഇത്രയും സ്പീഡിൽ വരെ കറങ്ങും. അത് മറ്റേ പൊടികളെല്ലാം ഇട്ട് കുഴച്ച് ഇത്രയും വരെ അച്ചാറുണ്ടാവും. ഇത്രയും വരെ ഇങ്ങനെ ലെവലിൽ അച്ചാർ കിട്ടും. അതിങ്ങനെ കുഴഞ്ഞ് പാകമാകുമ്പോ നമ്മൾ ഇതിനകത്തേക്ക് കടുകും ഉലുവയും എല്ലാം കൂടി പുറത്ത് വെച്ച് ചൂടാക്കി പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും. അതും മിക്സ് ആവും. നേരെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതിങ്ങനെ സ്പീഡ് കുറച്ച് ഓഫ് ചെയ്യുന്നു. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അഴിച്ചു മാറ്റുന്നു. ഇങ്ങനെ എടുക്കുന്നു. നേരെ ഇതിന്റെ ക്ലോസ് അടിയിൽ ആ ട്രേ കൊണ്ടേ വെക്കുന്നു. അത് വീലുള്ള ട്രേ ആണ്. അതിങ്ങനെ ടിൽറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. നേരെ അച്ചാർ ഇതിനകത്തേക്ക് ഇങ്ങനെ വീഴും. അപ്പൊ മറ്റേത് വടിച്ചിങ്ങനെ എടുക്കുമ്പോഴോ? വടിച്ചല്ല, അത് എണ്ണ ഉള്ളതുകൊണ്ട് ഒരു വിധമൊക്കെ ഇങ്ങോട്ട് പോരും. ബാക്കിയുള്ള സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോകും. നേരെ ഇതിനകത്തേക്ക് വരും. ഇത് ഈ വശത്ത് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ ആവും.
ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിന് വീലുണ്ട്, ആ അത് നേരെ വലിച്ച് നമ്മുടെ ആ റൂമിലേക്ക് കയറ്റി അവിടെ ആ ഒരു നെറ്റ് വെച്ച് പൊതിഞ്ഞ് 2 ദിവസം വെക്കും. അപ്പൊ ഇങ്ങനെ ചൂടാറിയിട്ടുണ്ടാവും. പിന്നെ പാക്ക് ചെയ്തിട്ട് ഓൺലൈനിലേക്ക്. ഇതാ ഇപ്പം ഈ പറഞ്ഞ ട്രേ ഇതാണ് കേട്ടോ, ഈ ഇരിക്കുന്ന ട്രേകളാണ് അല്ലേ. ഇതാണിപ്പോ ഏകദേശം 100 അല്ലേ? 100 മേലെ കൊള്ളു ഇതിനകത്ത്. പക്ഷെ അത്രയും കൊള്ളും. പക്ഷെ ഇതിനകത്ത് 1 ടൈം നമുക്ക് 100 ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് 100, 105 ഒക്കെയാണ് ഇടാറ്. ഇത് എന്നിട്ട് നേരെ സ്റ്റോർ റൂമിൽ കയറ്റി. ഇവിടെ ഒരു 10, 35, 40 പേർക്ക് വർക്ക് ഉണ്ട്. അരിയലും പാക്കിങ്ങും ഉണ്ടാക്കലും. പാക്കിങ് ഇവിടെ തന്നെയാണ്. അവിടെ പാക്ക് ചെയ്യും. അതാ ചേച്ചി പാക്ക് ചെയ്യും. ഇതാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ഇത്രയും രാജ്യത്തേക്കാണ് നമ്മുടെ എക്സ്പോർട്ടിങ് ഉള്ളത്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, UK, അയർലൻഡ്, പിന്നെ ഇന്ത്യ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പൊ ഇത്രയും രാജ്യത്തേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോണേ. ഇവിടെയാണ് ആ ചേച്ചിരുന്ന് നമ്മുടെ നാട്ടിലുള്ള സെയിലിനുള്ളത് പാക്ക് ചെയ്യുന്നത്. ഒരു കുപ്പി എടുക്കും, അതിനുശേഷം അതിന് ലാമിനേറ്റ് ചെയ്യണ പരിപാടി ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്യല്ലേ? ഇവിടെ തന്നെ ഉണ്ട്, മെഷീൻ ഉണ്ട്. ഇതിന് മുമ്പ് ഇതിന്റെ ഉള്ളിൽ ഒരു അലൂമിനിയം ഫോയിലിംഗ് വരും കേട്ടോ, അതും കാണിച്ചു തരാം. അതിന്റെ മെഷീൻ ഉണ്ട് ഇവിടെ. വേണ്ട, ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് വിദേശത്തേക്ക് കൊടുക്കുന്നത് എക്സ്പോർട്ട്. ഇവിടെ അയക്കണേ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ കടയിൽ വിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേകത ഉള്ളതേ, എക്സ്പോർട്ട് ക്വാളിറ്റി വേറെ, നാട്ടിൽ വിൽക്കുന്ന ക്വാളിറ്റി വേറെ, അങ്ങനെ ഒരു സംഭവം നമുക്കില്ല കേട്ടോ. ഇല്ല, നമ്മൾ ഒരേ ഉരുളിന്ന് തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യണതും ഇവിടെ വിൽക്കുന്നതും. ഞങ്ങൾക്ക് ആ ഒറ്റ ലെവലിൽ ഉണ്ടാക്കാനേ അറിയാൻ പാടുള്ളൂ. അപ്പൊ വേണമെങ്കിൽ അതിനെ വിളിക്കാം എക്സ്പോർട്ട് ക്വാളിറ്റി. ആ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് അത് തന്നെ. ഇങ്ങനെ എടുക്കും, വീണ്ടും പാക്ക് ചെയ്യും. അതെന്തിനാ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്? ക്യാപ്പ് ചിലപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൊറിയറൊക്കെ വഴി അയക്കുമ്പോൾ എടുത്ത് എറിയണ പരിപാടി ആയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇല്ലാതിരിക്കുക. ഉണ്ടായാൽ തന്നെ പൊട്ടിപ്പോവും. ഇതിന്റെ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഈ ഇവര് ഒന്നില്ലെങ്കിൽ വെയിറ്റ് കൂടിയ എന്തെങ്കിലും ലഗേജ് എടുത്തിട്ട് ഇതിന്റെ മീതെ വെക്കുക. കൊറിയറാണല്ലോ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്രഷർ വന്നിട്ട് ഇവിടെ നിന്ന് തള്ളിപ്പോണ്ടോ, ക്യാപ്പ് തള്ളിപ്പോ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. ഇനിയും പാക്ക് ചെയ്യും. ഇനി അഥവാ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടും പൊട്ടയെങ്കിൽ പോലും അതിന്റെ എണ്ണ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ കവറിൽ പാക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് ഇവിടെ നിന്ന് കാർഡ് ബോർഡിൽ പാക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത്. കസ്റ്റമർക്ക്, അതായത് വിദേശത്തേക്ക് വിടുന്നത്? ഇവിടത്തെ കസ്റ്റമേഴ്സിന് കൊടുക്കണ ഇങ്ങനെയാണ് ഞങ്ങള്. വിദേശത്തേക്ക് അയക്കണതിന് ഇത്രയും പാടില്ല, അതൊരിക്കലും വലിച്ചെറിയൂല. അത് നമ്മൾ പെട്ടിരിക്കണണ്ട, കണ്ട, അതാണ് വിദേശത്തേക്ക് അയക്കണ പെട്ടി. അങ്ങനെ ഇത് കേരളത്തിലേക്ക് അയക്കണേ. കേരളത്തിലേക്ക് അയക്കുമ്പോ ഹാൻഡിൽ വിത്ത് കയറും. അങ്ങോട്ടേക്ക് അയക്കുന്നത് ഷിപ്പിലാണ് പോകുന്നത്. അപ്പൊ ഇത്രയും പ്രശ്നം വന്നില്ല. ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അയക്കണതിന്റെ ഉള്ളിലത്തെ പോർഷനായി. ഇനി ഇതില് കാർഡ് ബോർഡ് വെച്ച് പൊതിയും. എന്നിട്ട് വീണ്ടും ടേപ്പ് അടിച്ച് കഴിയുമ്പോഴാണ് ഒറിജിനൽ പുറത്തേക്ക് പോകുന്ന പാക്കാണ്. ഈ ഗൾഫിൽ കൂടുതൽ നമ്മുടെ പർച്ചേസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ പ്രവാസികളാണ്. അപ്പൊ പ്രവാസികൾക്ക് എയർപോർട്ടിൽ കയറി പോണ സമയത്ത് ഒരു ലീക്കോ കാര്യങ്ങളോ വന്നാൽ പോലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതിലാണ് ഇത് എല്ലാം ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കിംഗ് ആണ്. അതാണ് കൂടുതൽ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പണ്ട് അമ്മ കൊടുത്തു വിട്ടത് ഇങ്ങനെ. എന്റെ അമ്മ അങ്ങനെ എനിക്ക് തന്നു വിട്ടത്. ജോമോഞ്ചാണ് അവിടുത്തെ ഓൾ ഓവർ കണക്കും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഹായ് ഹായ്, എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? തീർച്ചയായിട്ടും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എത്ര വർഷമായി നിങ്ങളുടെ കൂടെ നിന്നിട്ട്? 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു. 2 വർഷം ആയിട്ടില്ല, ആകാൻ പോകുന്നു. അച്ചാറിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. പിന്നെന്താ, അത് ഞങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ. ബീഫ് ഇതൊക്കെ ഞങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. നോൺ വെജ് ഒക്കെയാണ് ഞങ്ങളിതിനകത്ത് കഷ്ണങ്ങൾ മാത്രം പറക്കിയെടുത്ത് പാക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഗ്രേവി ഞങ്ങൾക്ക് കൊള്ളതാണ്. മറ്റേ പണ്ട് പറയത്തില്ലേ, മറ്റേ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലത് ഗസ്റ്റിന് ഗ്രേവി ഞങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചുരുട്ടി ഒന്നും മിച്ചം കളയുന്നില്ല, ഒന്നും കളയത്തില്ല. ഞങ്ങൾക്കറിയാലോ ഇത് ഞങ്ങൾ ഉണ്ടാക്കണത്, അപ്പൊ പിന്നെ ഞങ്ങൾ കളയും. അപ്പൊ ഇപ്പം ഇരിക്കുന്ന പാക്കറ്റാണ് ഇനിയിപ്പോ അടുത്തത് പുറത്തേക്ക് പോകാനുള്ളതാണ്. അത് പോയതിന്റെ ബാക്കിയാണ്. ഇനി അടുത്തത് പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അത് ഉണ്ടാക്കണുള്ളൂ. അടുത്തത് ഞങ്ങൾ അങ്ങനെ നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെച്ച് അത് പാക്ക് ചെയ്ത് വിടണം, അങ്ങനത്തെ പരിപാടി പറ്റില്ല. ഇതിന് ഞങ്ങൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഏറ്റവും ഫ്രഷ്
ഇപ്പൊ നമുക്കൊരു 14 ദിവസം മുമ്പ് ഓർഡർ തരുന്നു. ഞങ്ങൾ ഈ 14 ദിവസം മുമ്പ് ഉണ്ടാക്കി തുടങ്ങി 14ാമത്തേന്റെ അന്നായിരിക്കും ഇതിന്റെ ലാസ്റ്റ് പെട്ടി വരെ പാക്ക് ചെയ്യണേ. അങ്ങനെയാണ് അയക്കണേ. ഒരു ദിവസം പോലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു അങ്ങനത്തെ പരിപാടി മാക്സിമം ഇല്ല. ഉണ്ടാക്കി അവര് ഓർഡർ തന്നതിന് ശേഷം ഉണ്ടാക്കി തുടങ്ങുന്നു, പാക്ക് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. രാത്രി വരെ പാക്ക് ചെയ്ത് പോണേനെ തലേ ദിവസം മറ്റേ എക്സാമിന് ഉണ്ടല്ലോ രാത്രി അതുപോലെ രാത്രി ഇരുന്ന് പാക്ക് ചെയ്തിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർക്ക് വെളിയിലേക്ക് കൊടുക്കുന്ന എവിടെന്നാ? ഇവിടെ വരും എടുക്കാനായിട്ട് വണ്ടി ഇവിടെ വരും. ഇവിടെ ജസ്റ്റ് കൊടുത്തു വിട്ടാൽ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി ബാക്കിയുള്ള പരിപാടികൾ. ഇതിനകത്തൊരു സങ്കടമുള്ള കേസേ, വെളുപ്പിന് ചിലപ്പോ 4-4:30 ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളൊക്കെ അത്രയും നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ലോഡ് ഇറക്കിയതിന് ശേഷം ലൂബിക്ക പൊട്ടിക്കാനായിട്ട് ഏതെങ്കിലും വീടുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഞാനും ഇവനും കൂടി ലൂബിക്ക പൊട്ടിച്ച് ചാക്കിലാക്കി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇവിടെ ഇരുന്ന് ഇവരുടെ ഒപ്പം പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം കൂടി ഒരു വെളുപ്പിന് ഒരു 1 മണി അല്ലെങ്കിൽ ഒരു 12:30 ആകുമ്പോൾ വീട്ടിൽ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ കമന്റ് എല്ലാം പണിയെടുത്ത് ജീവിക്കടാ എനിക്ക് മറ്റേ സലിംകുമാറിന്റെ ഡയലോഗ് ഓരോന്ന് പള്ള പൊട്ടിച്ച് മറ്റേ കക്കിച്ച് അതെടുത്ത് വറുത്തതിന് അതേപോലെ ഇത്രയും പണി കഴിഞ്ഞൊന്ന് ബേസിക്കലായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന വർക്കുകളാണെങ്കിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കമന്റ് ഇതൊക്കെ തന്നെയാണ് അവസാനം വരുന്നത്. പണിക്ക് പോടാണ് നമ്മള് ഇവിടെ ഒരു 10-26 കുടുംബങ്ങൾ വർക്ക് ചെയ്യുന്നു. പ്ലസ് അവരോടൊപ്പം ഞങ്ങളും വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മയും അപ്പച്ചനും എല്ലാരും ഞങ്ങൾ വർക്ക് ചെയ്യുന്നിട്ടും ഇവർക്ക് ഞങ്ങളെ പണിക്ക് വിടാനും വേണ്ടി പണി ഇതെവിടെ ഇരിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ചെയ്യുന്നൊന്നും പണിയല്ലേ പണി ഇവരുടെ പണി എന്താണ് ഉദ്ദേശിക്കുന്ന പണിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാനപ്പോ അവരോട് പറയും പണിയില്ലെങ്കിൽ പറ 2 ദിവസം പണിയുണ്ട് വിടാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ പണിയെടുക്കാം. അല്ലാതെ പിന്നെ ഇതിന്റെ ഉത്തരം എന്ത് കൊടുക്കാനാണ്? അത് അങ്ങനെ ഒരു വഴിക്ക് നടക്കും. ജിൻസിന്റെ പ്രായമായെങ്കിൽ ഇത് പണ്ടത്തെ ഫോട്ടോ ആണല്ലോ ഇപ്പോഴും സ്റ്റിക്കറിലുള്ളത്. മാറ്റേണ്ട സമയം അതെ അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴും ചുള്ളം പയ്യനാണെന്നുള്ള വിചാരത്തിലാണ് നമ്മളിങ്ങനെ അതൊന്നും പറ്റത്തില്ല. അല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ബ്രാൻഡ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഈ ചേച്ചി വന്നപ്പോ തുടങ്ങി എന്റെ സൗന്ദര്യത്തിനിട്ട് കൊട്ടണുണ്ട് എനിക്ക് തോന്നുന്നു. ഈ ചേച്ചിയാണോ കമന്റ് ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ടിന്റെ ലുക്ക് ഉണ്ടത്? എന്തായാലും ജിൻസ് തമാശയൊക്കെ തമാശ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കീഴിൽ 10-26 കുടുംബങ്ങൾ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം അവർക്ക്. അതായത് ഈ അച്ചാറിൽ നിന്ന് ഞങ്ങൾ ഇതിന് മാരകമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്തു പോകുന്നത്. നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നവരിൽ പെട്ട ഒരു 26-27 കുടുംബങ്ങൾക്ക് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അവർക്ക് ഒരു ജോലി എന്ന് പറയുന്നത്. അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു തുടക്കമായിട്ട് കാണാം. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ എനിക്ക് ഇതിൽ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ കുറെ പൈസ ഉണ്ടാക്കണം എന്നല്ല ഞാൻ ഇതുവരെ ആഗ്രഹിക്കുന്നത്. അച്ചൂട്ടൻ അച്ചാർ ഉണ്ടാക്കുന്ന അച്ചൂട്ടന് കൂട്ടായിട്ട് കൂട്ടുവരട്ടെ. കൂട്ട് വന്നു കഴിയുമ്പോൾ ഇവരുടെ കൂട്ടായ പ്രവർത്തനം അതിവിപുലമാകട്ടെ. കൺഗ്രാജുലേഷൻ ആൻഡ് നിങ്ങൾക്കും. ഓക്കെ.